ഓപ്പണായി ജോയിൻ ചെയ്ത് തുടങ്ങിയോ? ഹലോ, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞാൻ അലീന സാജൻ, നിങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട കുഞ്ഞി. ഞാനിപ്പോൾ നമ്മുടെ ടീച്ചർ അമ്മയുടെ സെറ്റിൽ നിൽക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഞങ്ങളുടെ 100 എപ്പിസോഡ് ആയിരിക്കുകയാണ്. ഞങ്ങളുടെ ഈ യാത്ര തുടങ്ങി 100 ദിവസം ആയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ സെറ്റിൽ നിന്നുണ്ട്. നമുക്ക് എല്ലാവരെയും കാണാം. കാണാം, എല്ലാരും ഉണ്ട്. എല്ലാരും വരുന്നു. ഹലോ ഹലോ എന്നൊക്കെ എല്ലാരും പറയുന്നുണ്ട്. ഹായ് ഓൾ. അന്ന് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 50 ദിവസത്തെ ലൈവില് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നതേ ഞാൻ എല്ലാരും കൊണ്ടുവരുമെന്ന് പറഞ്ഞു, കൊണ്ടുവന്നതേ. അമ്മേ, നമ്മുടെ 100 ദിവസം ആകുമ്പോഴത്തേക്കും അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? ഇത് പറയുന്ന സന്തോഷമില്ല, ഇതിപ്പോ സന്തോഷം എന്താ, നമ്മളുടെ കൂട്ടായ്മ 100ാമത്തെ ദിവസത്തിൽ എത്തി നിൽക്കുക എന്ന് പറയുന്നത് ഇതിപ്പോ സന്തോഷമില്ല. നമ്മുടെ ഫുൾ ടീം ഇവിടെ ഉണ്ട് ഇന്ന്. അത് കുറച്ച് 3-4 പേരൊക്കെ മിസ്സിംഗ് ആണ്, ബാക്കി എല്ലാരും ഇവിടെ ഉണ്ട്. ഇനി പ്രേക്ഷകർ പറയട്ടെ അല്ലേ, കാണുന്നവർ അവരുടെ കമന്റ്സ് ഒക്കെ പറയട്ടെ. ഹായ് ഹായ് ഹായ്, ആരാണ് എല്ലാരും ഹായ് പറയുന്നുണ്ട്, സൂപ്പർ ടീം എന്നൊക്കെ പറയുന്നുണ്ട്. താങ്ക് യു താങ്ക് യു. കുട്ടി കുർബാണികൾ എല്ലാരും ഉണ്ട്. ഹായ് പറ എല്ലാവർക്കും. ഹലോ, എല്ലാരും ഉണ്ട്. കാവിക്കുട്ടി, ഒത്തക്കുട്ടൻ, കല്ലുക്കുട്ടി, രാധേശി, നമ്മുടെ അരുൺ ചേട്ടൻ, മുകേഷ് ചേട്ടൻ, എല്ലാരും ഉണ്ട്. അരുൺ ചേട്ടാ, നമ്മുടെ 100 എപ്പിസോഡ് കഴിഞ്ഞിരിക്കുകയാണ്. എന്താ അരുൺ ചേട്ടൻ പറയാനുള്ളത്? കുടുംബത്തിലെ ഏറ്റവും വലിയ സന്തോഷമല്ലേ? അതെ, സത്യം. ചേച്ചി, ഉണ്ണിച്ചേട്ടാ, നമ്മുടെ ഇവിടുത്തെ എല്ലാം അടിപൊളിയായിട്ട് ഷൂട്ട് ചെയ്ത് നമ്മുടെ മുന്നേ എത്തിക്കുന്ന നമ്മുടെ രാജുവേട്ടനും ഉണ്ണിച്ചേട്ടനും ഒക്കെ ഉണ്ട്. എന്താ പറയാനുള്ളത് രാജുവേട്ടാ? എന്താ പറയാനുള്ളത്? അതെ അതെ, 100 എപ്പിസോഡ് ജോലിയൊക്കെ. ഉണ്ണിച്ചേട്ടാ, നമ്മുടെ 100 എപ്പിസോഡ് കഴിഞ്ഞിരിക്കുക, എന്താ പറയാനുള്ളത്? പ്രത്യേകിച്ചൊന്നും പറയാൻ സന്തോഷം. പറയും, എനിക്ക് വയ്യ, ടച്ചപ്പ് ഒന്നും ചെയ്യാത്തതിന്റെ നമ്മുടെ ചേട്ടന്മാരെല്ലാം ഉണ്ട്. ഹലോ കിഷോർ. ഓ ആ, നമ്മുടെ രേണുവേട്ടത്തി ചേച്ചി, ഒരുപാട് സന്തോഷം. ടീച്ചറമ്മയുടെ ഭാഗമായി എന്നുള്ളതിലാണ് ഏറ്റവും വലിയ സന്തോഷം, അല്ലേടാ? ഞങ്ങൾക്ക് എല്ലാവർക്കും എനിക്ക് പറഞ്ഞ ലൈഫിൽ കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി. നിങ്ങള് ടീച്ചറമ്മ ഇതുവരെ സപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ഇനിയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഇത് 100 എന്നുള്ളത് ഇങ്ങനെ പൂജ്യം ഇങ്ങനെ കൂടി വരട്ടെ. അപ്പൊ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് വേണം. കമന്റ്സ് ഒക്കെ അറിയിക്കണം കേട്ടോ. അതെ അതെ, എല്ലാവരും സൂപ്പർ. ടീച്ചറമ്മ എവിടെയെന്നൊക്കെ അന്വേഷിക്കുന്നുണ്ട്. നമ്മുടെ മഹേഷ് ചേട്ടൻ എവിടെ ഉണ്ട്? ഹലോ, എന്താ മഹേഷ് ചേട്ടാ പറയാനുള്ളത്? വളരെ സന്തോഷം. സെഞ്ചുറി അടിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ ഒരു സപ്പോർട്ടാണ് നമുക്ക് ഇപ്പോൾ ബലമായിട്ടുള്ളത്, ശക്തിയായിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അത് ഇനിയും അതുകൊണ്ട് വേണം. താങ്ക് യു സോ മച്ച്. വിഷ്ണുളിയാ, നമ്മുടെ വിഷ്ണുളിയൻ ഇവിടെ ഉണ്ട്. എന്താ വിഷ്ണു ഏട്ടാ പറയാനുള്ളത്? പറയാൻ വാക്കുകളില്ല. എന്നുള്ളത് നേരത്തെ പറഞ്ഞ പോലെ 1000 10,000 അങ്ങനെ പോട്ടെ. നിങ്ങളുടെ സ്നേഹം കൂടെ ഉണ്ടെന്ന് അറിയാം. ഇനിയും സപ്പോർട്ട് ചെയ്യുക, കൂടെ നിൽക്കുക. ഐ ലവ് യു ഓൾ. കനിക്കുട്ടി, ഹായ് ഓൾ.
100 ഡേയ്സ് എന്റെ സന്തോഷം. എല്ലാവരും കാണണം, ഇനി സപ്പോർട്ട് ചെയ്യണം. ഇനി നമ്മുടെ ഈ ഫുൾ ടീമിനെ അടിപൊളിയായിട്ട് ഇതുവരെ മുന്നോട്ട് എത്തിച്ച നമ്മുടെ സാർ ഇവിടെ നിൽപ്പുണ്ട്. ഞങ്ങളുടെ ബോസ് എത്തി. പറഞ്ഞോളൂ. 100 ഡേയ്സ് എന്തായാലും പറഞ്ഞിട്ടോ. Thank you all for the 100 days. പോയി ബുദ്ധിമുട്ടിയാ ഇത്രയൊന്ന് കൊണ്ടുവന്നത്. എന്തുവാ കമന്റ്സ്? ടീച്ചർ അമ്മ എവിടെയെന്ന് എല്ലാരും ചോദിക്കുന്നുണ്ട്. ഓൾ ആർ സൂപ്പർ. ഹായ് എല്ലാരും ഹായ് പറയുന്നുണ്ട് എല്ലാരോടും. ചേച്ചി എന്താ ചേച്ചി വൈറ്റോ കുട്ടിയോ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഹായ് ഹായ് ഹായ്. മുക്കിനി ദേ നമ്മുടെ രാധേച്ചി. ഹലോ. ഇങ്ങോട്ട് നിൽക്കാം. ഓക്കെ. അതെ, സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. എല്ലാവരും വീണ്ടും കാണട്ടോ. താങ്ക് യു. കുട്ടിക്കുറുമണികളെല്ലാം ഉണ്ട്. ഋത്തുകൂടാ നമ്മുടെ സീരിയൽ ഇതേ 100 എപ്പിസോഡായി. എന്താ നിനക്ക് പറയാനുള്ളത്? സപ്പോർട്ട് ചെയ്താൽ മാത്രം മതി. എല്ലാം സപ്പോർട്ട് ചെയ്താൽ മതി. പറയൂ എല്ലാവരോടും. താങ്ക് യു. താങ്ക് യു. അയ്യോടാ എവിടെ? ദേ നമ്മുടെ കല്ലൂസ്, നമ്മുടെ ഡിറ്റക്റ്റീവ് എക്സ്. എന്താ നിനക്ക് പറയാനുള്ളത് നമ്മുടെ 100 ഡേയ്സ് ആയിട്ട്? ഒരുപാട് സന്തോഷം. ഞങ്ങൾ ഇനി നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾ 200, 300, 400, 500, 600 ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ കയറും. അതെ, നിങ്ങളുടെ സപ്പോർട്ട് ഇനി ഞങ്ങൾക്ക് വേണം. എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഈ ടീം സത്യം പറഞ്ഞാൽ ഞാനൊരു ടഫായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ വളരെ നിഷ്കളങ്കനാണ്. ഒരു പോലീസുകാരനാണ്. അതിലേറെ നിഷ്കളങ്കരായാണ് ഈ പാവജാൻ. നാട്ടുകാർ കാണാൻ നോക്കിയിരിക്കും തല്ലിക്കൊല്ലാൻ. ഒരു പാവം പിടിച്ച അമ്മയെ കൊണ്ടൊന്നും കൂട്ടിയിട്ടതും പോലെ. നിങ്ങൾ പാവോ? നമ്മുടെ താങ്ക് യു സർ. താങ്ക് യു. You guys have done a fantastic job, right? I think 100 days you can't even think about it, and we are going so strong. നമ്മുടെ പ്രൊഡ്യൂസർ ആട്ടോ. I truly appreciate all that you all are doing. This is fantastic news. I cannot be so proud of you all. Thank you sir. Thank you. I think, you know, the visionary director, the whole team, I mean the actors are superb, right? I mean I watch it here and it is so good to see. I mean you guys have just, you've taken the dream and you've taken it to the next level. I'm sure, we're going to do like 10,000, 100,000 days. It's going to really grow. Thank you so much. Thank you sir. Thank you so much. Thank you so much sir. Thank you sir. Thank you. Have fun, enjoy, and have lots of fun. Take care. Okay sir, thank you sir. ഇങ്ങനെ എല്ലാവരും ഭയങ്കര ഹാപ്പി ആട്ടോ. കാവിക്കുട്ടി ദേ നമ്മുടെ 100 എപ്പിസോഡാ. എന്താ നിനക്ക് പറയാനുള്ളത്? അയ്യോടാ നല്ലത്. എന്താ എല്ലാരോടും എന്താ പറയാനുള്ളത്? പറയും. താങ്ക് യു പറ. 100 എപ്പിസോഡ് ആയതിന്റെ നാളവാ. ഇനി എല്ലാരുമായി അത് പറ. നമുക്കെന്താ ഓക്കെ. നമുക്ക് എല്ലാവർക്കും കൂടെ പാടാം. അമ്മ നിന്നാ മതി. ഓക്കെ തുടങ്ങിക്കോ. അമ്മ മനസ്സ് മുറ്റത്തെ തുളസി പോലെ ഈ തിരുമുന്നിൽ വന്നു നിന്നാൽ ഞാൻ അമ്മാടി പൈക്കിടാവ്. അങ്ങനെ പിന്നെ നമുക്ക് കമന്റ്സ് ഒക്കെ വായിക്കാം. എല്ലാവരും ഹാർഡ് വർക്കിംഗ്, ഡൂയിങ് വെൽ എന്നൊക്കെ പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം. കമന്റ് വായിക്കാം.
ടീച്ചർ അമ്മ ഇങ്ങനെ മേളിക്കൊണ്ടിടല്ലേ എല്ലാവർക്കും വിഷമാവുന്നതൊക്കെ. കൂടെ തുറന്ന് പുറത്തിറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞു. പുറത്തിറങ്ങും. ഒരു ഗംഭീര വരവാണ്. ഹായ്, എല്ലാവർക്കും ഒരു ഹായ് ചോദിക്കുന്നു. എല്ലാരും ലവ് യു ഓൾ. ദേ കാവ്യക്കുട്ടിയോട് ആരോ ഹായ് ചോദിക്കുന്നു. കാവ്യക്കുട്ടിയോട് ഹായ് ചോദിക്കുന്നു. ആണ്ടേ ലിറ്റിൽ സ്റ്റാർ ഹായ് കാവ്യക്കുട്ടി. ദേ ലവ് യുടാ. എത്തുകുട്ടാ പാട്ട് പാടും. അതെ പോന്ന്. നമ്മളെല്ലാരും ഉണ്ട് ഇവിടെ, കുറച്ചു പേരും കൂടെ ഉണ്ട് വരാൻ അല്ലേ. കമന്റ്സ് വായിക്കടാ. ദേ എല്ലാരും സൂപ്പറാണ്. ഹായ് കുഞ്ഞി, സുഖാണോ? സുഖാണ്. അതെ അതെ, ഗുഡ് സീരിയൽ, ഐ ലൈക്ക് ഇറ്റ്. താങ്ക് യു. ഒരു ഹായ് തരാമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതെ അതെ, എല്ലാവർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും പിന്നെന്താ. എന്റെ അമ്മാമയ്ക്ക് നിങ്ങളുടെ സീരിയൽ ഇഷ്ടമാ. താങ്ക് യു. ഇവിടെ നമുക്ക് മാമനെയൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. അതെ അതെ, മാമൻ, നമ്മുടെ മേരിക്കുട്ടി ടീച്ചർ, ജോണേട്ടൻ, അതെ അതെ, ഒരുപാട് ആഷ്ബിൻ, പിന്നെ അവന്റെ ഫാമിലി മെമ്പേഴ്സ് എല്ലാരും ഉണ്ട്. ഒരുപാട് പേര് മിസ്സിംഗ് ആണ്. ഇന്ന് കുറച്ചു പേരേ ഉള്ളു ഞങ്ങൾ എല്ലാരും. ദേ ഇത്രയും പേരേ ഉള്ളു ഇന്ന്. നമ്മുടെ വീട് കാണിച്ചു കൊടുക്കും. ദേ ഞങ്ങളുടെ വീട്, ദേ ഞങ്ങളുടെ മാധവം, ഞങ്ങളെല്ലാം എല്ലാമായ മാധവം. ദേ എല്ലാരും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ 100 എപ്പിസോഡുകൾ നിങ്ങളിങ്ങനെ ആഘോഷിക്കുകയാണ്, ആർമദിക്കുകയാണ്. അതെ, ഒരു ഹായ് തരാമോന്ന് എല്ലാരും ചോദിച്ചു. പവറേഷ് ടീച്ചറമ്മ സൂപ്പർ. കണ്ടോതേ അമ്മേതേ കഷ്ടമുണ്ട് കേട്ടോ ടീച്ചറമ്മ അടച്ചിട്ടിരിക്കുന്നതെന്ന്. ഉടനെ ഇറങ്ങുന്നതാണ് പുറത്തേക്ക്. അതെ അതെ. ഹായ് സൗമ്യ ചേച്ചി എവിടെ എന്ന് അന്വേഷിക്കുന്നു. സൗമ്യ ചേച്ചി എവിടെ? വാ. ആരാ പൂട്ടിട്ടാളെ പറഞ്ഞേ? അതെ, ഇവരാണ്. എന്തൊരു ഭക്തിത നോക്കി, സ്നേഹമുള്ള 2 മക്കൾ. അതെ അതെ അതെ, സീരിയൽ പൊളിയാണ്. സന്തോഷ് എവിടെ? സന്തോഷിന് ഇന്ന് ഷൂട്ടില്ല. ഹായ് പറഞ്ഞു. കെട്ടിയോനില്ലാതെ ഇവിടെ കിടന്ന് കറങ്ങി നടക്കാണല്ലേ. ഇവിടുന്ന് പറഞ്ഞു വിട്ടിട്ട് പറഞ്ഞു വിട്ടാലോ. രാധേച്ചി ലവ് യു ഒരാള്. മഞ്ജു സാം യൂട്യൂബ് ബ്ലോഗർ എവിടെ? യൂട്യൂബ് ബ്ലോഗർ ഇവിടെ ഉണ്ട്. ചായ കുടിച്ചോ? ചായ ടൈം ആയതുകൊണ്ട് ഞങ്ങൾക്ക് എവിടെ? നമുക്ക് അതെ, നമുക്ക് സമയാസമയം എല്ലാ ഫുഡും കൊണ്ടെത്തിക്കുന്ന ഞങ്ങളുടെ ദീപു ചേട്ടൻ. സരിചി വാ. ഞങ്ങളെ എല്ലാവരെയും ഒരേ സമയം മാനേജ് ചെയ്യുന്നത്. ഞങ്ങളുടെ മുടി പല രീതിയിൽ പല വിധത്തിൽ കാണുന്നുണ്ടെങ്കിൽ അതിന്റെയൊക്കെ കാരണക്കാരി ഇവിടെയാണ്. ഞങ്ങളുടെ സ്വന്തം സരിതേച്ചി. എന്താ രജിതോടെ പോയി പറഞ്ഞു? രാജുവേട്ടൻ ബീച്ചേട്ടനൊക്കെ നമ്മുടെ ഈ സീരിയല് തുടങ്ങിയപ്പോ തൊട്ടതേ ഈ ദിവസം വരെ ഞങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ സീനും അടിപൊളിയായിട്ട് പറഞ്ഞു തന്ന് ഞങ്ങൾക്ക് ഗൈഡ് ചെയ്യുന്നത് ഞങ്ങളുടെ ബീച്ചേട്ടൻ. പിന്നെതേ നമ്മള് നേരത്തെ പറഞ്ഞു നമ്മുടെ രാജീവേട്ടൻ, പവർ ഹൗസ്. ഉണ്ണിച്ചേട്ടൻ ഞങ്ങളുടെ റോബോ ക്യാമറമാനാണ്. കുറച്ച് ദിവസം ഞങ്ങൾ മിസ് ചെയ്തു കേട്ടോ. ഇച്ചിരി ദിവസം കഴിഞ്ഞിട്ടാ വന്നത്. അതെ, ജസ്റ്റ് ഒരു സ്കെഡ്യൂൾ ഇല്ലായിരുന്നു. ഇപ്പൊ അതെ വീണ്ടും വന്നു. അതെ, സമയാസമയം വന്ന് ടച്ചപ്പ് ചെയ്ത് ഞങ്ങളെ സുന്ദരികളാക്കുന്ന അരുൺ ചേട്ടൻ ചെയ്യാം. ഇനി ഒരു സംഭവം ഉണ്ടേ, ഈ ഓൾ ഇൻ ഓൾ എന്നൊക്കെ പറയുന്ന പോലത്തെ വേറൊരു ഐറ്റം ഒന്ന്. നമ്മുടെ ഇപ്പോഴത്തെ പുതിയ പ്രോമോ കണ്ടില്ലേ, നമ്മുടെ 100 എപ്പിസോഡിന്റെ അതിലുള്ളതേ ന്യൂ ക്യാരക്ടർ
ഇൻട്രൊഡ്യൂസിങ് ആദർശ്. ഞങ്ങളുടെ ഏടിയാണ്, ഞങ്ങളുടെ ആർട്ടിസ്റ്റാണ്, എല്ലാമാണ്, ഓൾ ഇൻ ഓൾ. അപ്പൊ ശരി, കഴിച്ചോ. പിന്നെന്താ, ദേ എനിക്ക് കിട്ടിയില്ല, ഇവരെല്ലാം കഴിച്ചു. സോറി ഗൈസ്, തീർന്നു. കണ്ടോ, എന്തെങ്കിലും ഒരു ഒക്കെ അടുത്തത് എനിക്കൊരു കാര്യം സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. മക്കൾക്ക് എന്താ പറയാനുള്ളത്? അത്രേ ഉള്ളൂ. ഓക്കെ, ഡൺ, കഴിഞ്ഞു. പിന്നെ പറ. സന്തോഷം. എല്ലാം പറഞ്ഞ പോലെ. അതെ, എനിക്ക് ടീച്ചർ അമ്മയെ ഇഷ്ടമാണെന്നതേ. ടീച്ചർ അമ്മ ഫാൻസ് ആണ് ഫുൾ. ബെസ്റ്റ് ലക്ക് ഫോർ എൻജോയ് ടീം. താങ്ക് യു. വെൽ ഡൺ, കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു. ഹലോ പറയാമോ ടീച്ചർ അമ്മ? ഹലോ. എല്ലാം ടീച്ചർ അമ്മ കുഞ്ഞി ഹായ്. ടീച്ചർ അമ്മ എവിടെ? ദേ നിൽക്കുന്നു നമ്മുടെ ടീച്ചർ അമ്മ. നമുക്ക് നീന, മിഥുൻ സാറിനെ ഒക്കെ മിസ് ചെയ്യുന്നുണ്ട്. അതെ, ഒരുപാട് പേര് നമ്മുടെ മേരിക്കുട്ടി ടീച്ചർ. രാധേച്ചി ഫാനാണ് കേട്ടോ. എനിക്ക് രാധ ഇപ്പൊ വന്നു ഒരാള്. ഞാൻ കണ്ടു, രാധാന്ന് കണ്ടു. രാധേച്ചി സുന്ദരിയാണെന്നൊക്കെ. അയ്യോ, സ്വന്തം ഭർത്താവിന്റെ കോംപ്ലിമെന്റ്. ആരാ നുണ പറഞ്ഞത്? രാധേച്ചി സുന്ദരി കള്ളത്തരം പറയരുത്, നോക്കി പറയരുത് കേട്ടോ. എല്ലാരോടും ലവ് യു ഓൾ എന്നൊക്കെ പറയുന്നുണ്ട്. രാധേച്ചി ഫാൻ ഉണ്ടെന്നൊക്കെ. വീണ ചേച്ചി, അയ്യോ സത്യം കേട്ടോ. കഷ്ടം. എന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടോ പാവാണെന്ന് പറയാൻ തോന്നുന്നു? ഈ സീരിയലിൽ ദുഷ്ടത്തനൊക്കെ കാണിക്കുന്നെങ്കിലും ഈ നിഷ്കളങ്കമായ മുഖത്തേക്കൊന്ന് നോക്കൂ. എന്തൊരു ഇവിടെ എല്ലാം ഒപ്പിച്ചതേ നോക്കി. എല്ലാം ഒപ്പിച്ചിട്ട് ചായ കുടിക്കുക. അങ്ങോട്ട് നോക്കട കൊള്ളോ. ചായ കുടിച്ചോ എല്ലാരും? ഒരാൾക്ക് വൈകുന്നേരം ഇല്ലേ? മര്യാദ അല്ല, ചായ കുടിക്കട്ടോ. ലവ് യു കുഞ്ഞി, ലവ് യു. മര്യാദ. ചേച്ചിയുടെ അഭിനയം നല്ല ഒറിജിനൽ ആയിട്ടുണ്ട്. താങ്ക് യു. ഏത് ചേച്ചിയാണോ? ഒരുപാട് ചേച്ചി. ഏത് ചേച്ചിയാന്നൊന്ന് മെൻഷൻ ചെയ്യാവോ? നന്ദി പറഞ്ഞു. ടീച്ചറമ്മയോട് ഹായ് പറയായിരുന്നു. ടീച്ചറമ്മയോട് പോയിട്ട് വരാം. ടീച്ചറമ്മയുടെ ഫാൻസ് ആണ് എല്ലാരും. ദേ ടീച്ചറമ്മയെ അന്വേഷിക്കുക എല്ലാരും. എല്ലാരും ചായ കുടിച്ചോ? ഞങ്ങളുടെ ചായ ടൈമാ. അതെ കുഞ്ഞി, ഒരുപാട് സന്തോഷം. ഇനിയും ഞങ്ങളെ ഇതുപോലെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. നിങ്ങളുടെ സ്നേഹമാണ് ഞങ്ങൾക്കെല്ലാം. നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്കൊന്നും ഈ പറഞ്ഞ പോലെ 100 ഡേയ്സും 200 ഡേയ്സും ഒന്നും ആവാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴും കൂടെ ഉണ്ടാവുക. നല്ല കമൻസും ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാം ഇടുക. നല്ല കമൻസും ഇടുക. എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് കമൻസ് ഉണ്ടെങ്കിൽ ഞങ്ങളോടത് പറയുക, ഞങ്ങളത് തിരുത്താൻ നോക്കാം. അതെ, ഉറപ്പായിട്ടും. എപ്പോഴും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ഹലോ, എന്തുകൊണ്ട് എല്ലാരും ഇങ്ങനെ ഹാർട്ട് ഇങ്ങനെ കമന്റ്സ് വന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ചായ ക്ലാസ് ഒക്കെ പോയത് എന്താ ഇവിടെ
ചെറുതായിട്ട് ഒരു ദിൽകുഷ് കഴിപ്പാ. ഞാൻ ഡയറ്റ് ആയതുകൊണ്ടേ ഞാൻ അധികം കഴിക്കാറില്ല. ഷുഗർ ഷട്ട നാലാമത്തെ പീസ കഴിക്കുന്നു. അതെ, ഇതാണ് ഇവിടെ നടക്കുന്നത്. ജിം ഫ്രീക്ക് നമ്മളെ കഴിക്കാൻ സമ്മതിക്കുന്നില്ല ഗൈസ്. അതെ, നിങ്ങളെല്ലാം കൂടി എന്റെ ഇവരെല്ലാം എനിക്ക് വേണോന്ന് പോലും ചോദിക്കാതെ നിന്ന് കഴിക്കുമോ? അതൊക്കെ പിന്നെ ഞാൻ ഡ്യൂട്ടിയിൽ വന്ന് നിൽക്കുമ്പോൾ ഞാൻ എന്താ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാലോ എല്ലാവർക്കും. ഞാൻ എന്തിന്റെ പുറകെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അതിനെ നിങ്ങൾ തടസ്സപ്പെടുത്തരുത്. ഇൻവെസ്റ്റിഗേഷൻ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ കാര്യങ്ങളൊക്കെ രേണുക അറിഞ്ഞ എല്ലാരും അറിയും. അതുകൊണ്ട് സൂക്ഷിച്ചു. ഞാനും. മനസ്സിലായോ? എനിക്കൊന്നും അത്ര പിടിക്കുന്നില്ല. എല്ലാം അറിഞ്ഞിട്ട് ഒന്നും പറയാൻ പറ്റാതെ കൊടുത്ത പോലെയാ. എല്ലാം അറിഞ്ഞിട്ട് ഒന്നും പറയാൻ പറ്റാതെ, അതെ, ഒന്നും വെളി പറയാൻ പറ്റാത്ത രീതിയിലൊരവസ്ഥയിൽ നിൽക്കുക കുഞ്ഞി. ഇതൊന്നും അറിയാണ്ട് ഈ വീട്ടിലിരിക്കുന്ന പാവ എന്റെ അവസ്ഥ ആലോചിച്ച് നോക്കി. അതതിനേക്കാൾ ഞാനും ഉണ്ട് കൂട്ടിന്. പാവം ഞാൻ. അതെ, ഞാനും ഒന്നും കല്ലൂസ് ഇവിടെ ഹായ് വീണ സൂപ്പർ. താങ്ക് യു. ആരുടെ പേര്? ഹായ് ഷൈനിയോ ഷൈനിയോ കല്ലൂസ് കരി സൂപ്പർ. അളിയാ അമ്മ എവിടെ ഉണ്ട്? അമ്മ എവിടെ? ഇനി ഞാനൊരു സത്യം പറയാം. പറ. അമ്മ ഇറങ്ങിത്തിരുന്ന് ചായ പിടിക്കുന്നു. ഇങ്ങനൊന്നും അല്ലടാ. ഹായ് ഷോണിമ. എന്റെ അലമ്പല്ലേ. ഇത് റിയൽ ലവ്. അയ്യോ, ഞങ്ങൾ ഇതിലേ ഉള്ളു കേട്ടോ അടി. ഞങ്ങൾ നേരിട്ട് ഭയങ്കര ഒരു സിപ്പ് എന്തൊക്കെയായിരിക്കുന്നെ? ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളെ. എനിക്ക് ഒരു ഹായ്. ചേച്ചി സീരിയൽ ചേച്ചിയുടെ ട്വിൻ സിസ്റ്റർ ഇങ്ങനെ പോകുന്നല്ലേ, ഇത് വായിക്കാൻ പറ്റില്ല. കല്ലു ഫാൻസ്, കല്ലുന്റെ ഫാൻസ് ഒക്കെ അസംബിൾ ചെയ്തിട്ടുണ്ട്. ഹലോ. കനിയുടെ അഭിനയം കനിയുടെ അഭിനയം അടിപൊളിയാന്ന് പറയാൻ പറഞ്ഞു. ഒന്ന് പറയാം. ഗേൾസ് ഇതിൽ എത്ര ഗേൾസ് കമന്റ് എത്ര ഗേൾസ് കമന്റ് ഒരുപാട് പേരുണ്ട്. ഹായ് മഹേഷ് ചേട്ടാ. ഒന്ന് പോവാ ഞാനും ഞാൻ കുറച്ച് പെമ്പിള്ളേരെ നോക്കി വെച്ചേക്കുമായിരുന്നു. ഈ മനുഷ്യന്റെ കുറച്ച് പോരേണോ ഞാനിത് കുറച്ച് കമന്റ്സിന് റിപ്ലൈ കൊടുക്കട്ടെ. മറ്റേ നിങ്ങളുടെ റെസ്റ്റോറന്റിൽ ഫുഡ് കഴിക്കാൻ വരുന്ന പെണ്ണുണ്ടല്ലോ, എന്റെ പേര് രഗിതയോ? കിട്ടി. ഇതേ അശ്വതി അച്ചു. അല്ല, നീരജ. ഹായ് തരുമോ? ഹായ് ഗൈസ്, സുഖമാണോ? സുഖമല്ല. നല്ല കോഴി കേട്ടോ, സൂക്ഷിക്കും. എനിക്ക് ഇഷ്ടം. ഇങ്ങനെയെല്ലാം ആകാം. സുർജിത്തേട്ടാ, ഷോണിമ ഓർമ്മയിടോ? ഷിജിനൊക്കെ ഉള്ള പണിയാത്. ഷോണിമ എനിക്ക് ഓർമ്മയുണ്ട്. ഷോണിമ സുഖാണോ? ചുമ്മാതാ, ഓർമ്മയൊന്നും ഉണ്ടായില്ല. മഹേഷ് ചളി. നീരജ. മഹേഷ് ചളി. നീരജ. ഞാൻ നീരജയുടെ പേര് പറഞ്ഞു. കണ്ടോ, നീരജ കിട്ടി. റെസ്റ്റോറന്റിൽ ചായ കുടിക്കാൻ വരുന്ന പെണ്ണ്. എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. റൂമിൽ പണിയൊന്നുമില്ലേ? മറ്റേ ഡ്രസ് കഴുകിയിട്ടില്ല, ഫുഡ് ഉണ്ടാക്കിയിട്ടില്ല, ഫുൾ ടൈം ഓൺലൈൻ ബിസിനസ് ആണെന്ന് പറഞ്ഞിരിക്കുക. പോയി പണിയെടുക്കും. ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് വീട്ടിലോട്ട് കയറുമ്പോൾ കുറച്ച് ചായ തരാൻ. എന്തോ പ്രശ്നം? അല്ല, തമാശയൊക്കെ തമാശ തന്നെയാണ്. പക്ഷെ ഇപ്പൊ നമ്മൾ സീരിയസ് അല്ല, തമാശ തന്നെയാണ്.
ആരാധ്യ ഹലോ രേണു ചേച്ചി ചോദിക്കുന്നു. ഹലോ ഹലോ വിഷ്ണു ഹലോ വിഷ്ണു ആരെയും ചോദിക്കും പോലീസിനെ അറസ്റ്റ് ചെയ്ത് ഞങ്ങളുടെ ബോസ് കൊണ്ടുപോയി. അല്ല അയ്യോ ദേ എന്താണൊക്കെ സംഭവിക്കുന്ന അവിടെ ദേ പോന്നവര്. അതെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനുണ്ട്. കനി വാ. ഹലോ വാ വാ വാ. ഞങ്ങൾ ഇവിടെ ഒരു സീൻ എടുക്കുന്ന ലൈവായിട്ട് ഇപ്പൊ കാണിച്ചു തരാം കേട്ടോ. ദേ ചേട്ടാ നമ്മളിപ്പോ ഒരു സീൻ എടുക്കാൻ പോവല്ലേ? റെഡി അല്ലേ? സെറ്റ്. ചേട്ടനെ കാണാം. അതെ അതെ നമ്മളിതേ ഒരു സീൻ എടുക്കാൻ പോയിട്ട് നിൽക്കുന്ന ആ ജീപ്പ് അങ്ങ് പോയി. ദേ നമ്മളിവിടെ ക്യാമറ ഒക്കെ റെഡിയാണ്. നമ്മുടെ ഉണ്ണിച്ചേട്ടൻ, കിഷോറേട്ടൻ, സാറ്, നമ്മുടെ ബീച്ചേട്ടൻ, രാജീവേട്ടൻ എല്ലാരും ഉണ്ട്. രാഹുൽ ചേട്ടൻ ഉണ്ട്. എല്ലാരും ഉണ്ട്. ആ നമ്മുടെ ഫോക്കസ് ഫുള്ളർ ടോണി മുൻ. ടോണി പിന്നെ കൂടെ ഇതാക്കാം. നമ്മൾ ലൈവ് ഷൂട്ട് കാണിച്ചുകൊണ്ടിരിക്കുകയാണേ. ഇത് ഷോർട്ടാണ്, ലൈവായിട്ട് ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്ന ടീച്ചറമ്മയുടെ ഷൂട്ട്. അരുൺ ചേട്ടാ, ഇതാണ് നമ്മുടെ അപ്പൊ ഇത്രയും നേരം വീണക്കുട്ടി ഇങ്ങനെ കണ്ടിട്ടില്ല എല്ലാരും. ഇതാണ് നിങ്ങൾ പറഞ്ഞ രാധ. രാധേ രാധേ രാധേ. ഇപ്പൊ നമ്മള് കണ്ടത് നമ്മുടെ ഇവിടുത്തെ ഒരു ലൈവായിട്ട് എടുക്കുവായിരുന്നേ. ഇത് കണ്ടോ? ഞങ്ങളുടെ 100 ഡേയ്സിന്റെ സെലിബ്രേഷന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ട് വെച്ച ഫ്ലെക്സ് ആണ്. വിഷ്ണുവേട്ടനെ കാണിച്ചു. വിഷ്ണുട്ടാ ഇവിടെ ഇങ്ങനെ പരിപാടി നടന്നുകൊണ്ടിരിക്കുക. എല്ലാരും ഹായ് പറയുന്നുണ്ട്. എല്ലാവർക്കും ഹായ് ഹായ്. ഒരുപാട് സന്തോഷം. കാരണം ഒരുപാട് പേര് നല്ല മെസ്സേജുകൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് സപ്പോർട്ട് തരുന്നുണ്ടെന്നുള്ളതിന്റെ തെളിവാണ് ഈ കമന്റ്സും നിങ്ങൾ തരുന്ന ഈ ലൈക്സും എല്ലാം. ഞാൻ വേണേ കുറച്ച് മെസ്സേജസ് വായിക്കാമേ. ജസീർ ഹലോ, ജസീർ ഹലോ വീണ, പാത്തൂട്ടി ഹായ് ഹായ് ഹായ്. കനി നല്ല രസമുണ്ട് സംസാരം. ചിക്കൻ മഹേഷ് വിഷ്ടം ഗ്രൂപ്പ്. ചിക്കൻ മഹേഷ് കുറെ കോഴി. യു ആർ കോഴി. അതില് സദു ചാലക്കുടി ഹലോ, ഞാൻ വരട്ടെ അണ്ണാ. കുഞ്ഞ് മഞ്ജു വാര്യർ സൗണ്ട്. ഫാത്തിമ ഷൂട്ടിംഗ് കഴിഞ്ഞോ? ഇല്ല, ഞങ്ങൾക്ക് 9:30 വരെ നമുക്ക് ഷൂട്ട്. ടീച്ചറമ്മ ചേച്ചി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
ടീച്ചറമ്മയുടെ മോനെ ഒരാൾക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞു അവളെ ക്രഷ് അടിച്ചു സിംഗിൾ ആണോ എന്നൊക്കെ ചോദിക്കുന്നു എന്റെ പേര് പറയൂ അന്ന വിജയ്. ഇവളെന്തുവാ കാണിക്കുന്നത്? ഹായ് ചേച്ചിമാരെ. പിങ്ക് ഡ്രസ് ഇട്ട് കമന്റ് ഹായ് ഹായ് ഹലോ. അത് ശരിക്കില്ല ഇവ ഷോർട്ടില് ആറ്റിറ്റ്യൂഡ് ഇട്ട് വന്ന ആളാണ്. അയ്യോടാ. താങ്ക് യു ഗൈസ്. നമ്മള് അടുത്ത ഒരു ടേക്ക് പോവാട്ടോ. നമ്മളിതേ ഇപ്പൊ നേരത്തെ എടുത്ത ഷോട്ട് അടുത്തൊരു ഒന്നുകൂടെ ടേക്ക് പോവാണേ. നേരത്തെ ഒരു ടൈറ്റ് റേഞ്ച് ഒരു ഷോട്ട് പോവാ. നമ്മൾ ആ ഷോട്ട് തന്നെ ഒന്നുകൂടെ എടുക്കുക കേട്ടോ. നമ്മുടെ വിഷ്ണു ചേട്ടൻ കേറി ഒരേ സമയം രണ്ട് ക്യാമറ ഒക്കെ നമ്മള് വർക്ക് ചെയ്യാം. ഇങ്ങനെ അടിപൊളിയായിട്ട് അവിടെ ഒരു സൈഡിൽ ഷോട്ട് കിടക്കണു. നമ്മളിവിടെ ലൈവ് പോണു. ഫുൾ ലൈവായിട്ട് നിൽക്കുകയാണ് ഇന്ന്. ഇവിടെ ഒരു വഴിക്ക് ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അവിടെ ഷൂട്ട്, ഇവിടെ ഡാൻസ്. ഇവിടെ മിക്കപ്പോഴും ഇങ്ങനെയാണ്. അവിടെ സീരിയസ് ആയിട്ട് ഷൂട്ട് നടക്കുന്നു. ഇവിടെ ഭയങ്കര ഒരു സാധനം കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷോട്ടിന്റെ ഇടയില് വിഷ്ണു ചേട്ടന്റെ നെയിം പ്ലേറ്റ് കാണാം. ലൈവിലുള്ളത് കൊണ്ട് ഇതുപോലെ ലൈവ് വേണമെങ്കിൽ നമ്മൾ അവിടെ പ്രാക്ടീസ് ചെയ്യണം. ഒറിജിനൽ രൂപം കാണാം. ഓക്കെ ഗൈസ്, ഞങ്ങളിതേ നമ്മളോടൊരു ഡാൻസ് പ്രാക്ടീസ് നടക്കുക കേട്ടോ. ഞാൻ കൂടെ നിക്കാം. ഇങ്ങനെ ആരുടെ കൊടുക്കും? ഇങ്ങനെയൊക്കെയാണ് ഗൈസ് ഞങ്ങൾ ഇവിടെ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നത്, റീൽ എടുക്കുന്നത്. ഞങ്ങൾ ഇങ്ങനെ പഠിക്കും, ഒരു 10 പ്രാവശ്യം പഠിക്കും, എന്നിട്ട് കളിക്കും. ഇതിന്റെയൊക്കെ ഒറിജിനൽ വേർഷനാണ് നിങ്ങൾ കാണുന്നത്. ഇതിന്റെ ഇനി നമ്മള്
കറക്റ്റ് കളിച്ച് പഠിച്ച് റെഡിയാക്കിയുള്ള ഔട്ടാണ് നിങ്ങൾ എപ്പോഴും കാണാറുള്ളത്. അതെ അതെ അതെ, ഇവിടെ കടുത്ത പോരാട്ടത്തിലാണ്. ആ ആ ആ ഇതൊക്കെയാണ് ഇവിടെ സംഭവം. 10ൽ 10. അയ്യോ, ഇതൊക്കെയാണ് ഗൈസ് ഇവിടുത്തെ സ്ഥിരം പരിപാടികള്. കല്ലു കല്ലു ഹായ്. ഒരു ബൂസ്റ്റ്, എന്റെ പേര് മാത്രം ചെയ്ത് കാണുന്നുള്ളൂ. ബൂസ്റ്റ് കിട്ടോ വീടാ? മധുരം കൂട്ടി അടിച്ചൊരു സാധനം എടുക്കട്ടെ. ചേട്ടൻ പറഞ്ഞ ആ പാട്ടില്ലേ, ഒരു പാട്ട് പാടാൻ മതി, എല്ലാവരും പാടണം. ഓക്കെ, അവരെ വിളിക്കേ. മറ്റേ സാധനം പാട്ടിനാണോ? അല്ല, ഏതാ ഒരു പാട്ട് ഇരിക്കും, അവരോട് സജസ്റ്റ് ചെയ്യാൻ പറയാം. അതെല്ലാവരും പാടണം. ഒരു ഹൈ പിച്ച് ഉള്ള സാധനം നോക്കാം. ഇവിടെ എല്ലാവരും നന്നായിട്ട് പാട്ട് പാടുന്നവരാണ്. അപ്പൊ എസ്പെഷ്യലി ഇത് പാട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ നന്നായിട്ട് പാടും. ഏത് പാട്ട് പാടാമോ? ഏത് പാട്ട് താഴെ വേണം എഴുതണോ? ഒരു പാട്ട് പാടാം മതി. എന്നാ എമ്പുരാൻ. ആരെ വിളിക്കുക? നമ്മുടെ ചേട്ടന്മാരെ വിളിക്കും. ആദ്യം അലീന. ഇന്നലെ ഒരു പനിയുണ്ടല്ലോ, അതുകൊണ്ട് അല്ലെങ്കിൽ ഇന്നലെ ഒരു കല്യാണം ഉണ്ടെന്നല്ലേ പറഞ്ഞത്. റെഡി 1 2 3. ആദ്യം പങ്കെടുക്കുന്നത് ഞങ്ങളുടെ കുഞ്ഞിയാണ്. വേണ്ടായിരുന്നു എന്റെ അല്ല, ചിരിക്കരുത്, നമ്മള് ചിരിക്കരുത്. ചിരിക്കരുത്, അതാണ് ചലഞ്ച്. എമ്പുരാനേ എമ്പുരാനേ. ഇനി അടുത്തത് പാട്ട് മത്സരത്തിന് പുതിയ ഇവക്ക് പുതിയ മുഖം നന്നായിട്ട് പാടാറ്. പാടാ, എന്റെ വില കളയരുത്. പാട്. എമ്പുരാൻ പാട്. എമ്പുരാൻ എനിക്കറിയാം. എമ്പുരാൻ പാട്. എല്ലാരും എമ്പുരാൻ. ചിരിക്കല്ലേ ചേച്ചി? ആര് ചിരിക്കലാണ്? നന്നായിട്ട് പാടുന്ന വച്ചാ. പാട്. എമ്പുരാനേ കളിയാക്കാനൂടെ ആരാ ഉള്ളത്? ഒന്നും കൂടെ ചിരിക്കല്ലേ? പാടാനുള്ള ഒരു ഇതില്ല, അതുകൊണ്ടാണ് അങ്ങനെ എലിമിനേറ്റ് ആയിട്ടിരിക്കണം. പറഞ്ഞു പാടിക്കും. ഇതിങ്ങനൊന്നും അല്ലടാ. കറക്റ്റാണ്. അതല്ല, നേരത്തെ കഴിച്ച ദിൽകുഷിന്റെ ബാക്കിയുണ്ട്. അല്ല, ഇനി നമുക്ക് ശരിക്കും നല്ലൊരു പാട്ട് പാടാം. സിന്ദൂര പൊട്ടു
വരുമല്ലോ ഓണനിലാവല്ലേ ഞാനും അമ്മയ്ക്ക് പൊന്നുണ്ടി എന്നും നമുക്ക് ഇവിടെ 100 കിലോ വെയിറ്റ് പൊക്കുന്ന ഒരേ ഒരാളെ ഉണ്ട് നമ്മുടെ ജിമ്മിക്കുട്ടി. കമന്റ്സ് നോക്കാം അവരോട് ലവ് ഫ്രം കൊൽക്കട്ടന്നൊക്കെ പാട്ട് നിങ്ങൾ സജസ്റ്റ് ചെയ്യാം. ഡാർക്ക് ഗ്രീൻ ചേച്ചി ബിഗ് ഫാൻ. നിങ്ങൾ ഒരു പാട്ട് സജസ്റ്റ് ചെയ്യും, നമ്മളെല്ലാരും കൂടെ പാടാം. ആര് പാടണമെന്നും പറയണം. അല്ലല്ല, എല്ലാരും കൂടെ ഒരു പാട്ട് സജസ്റ്റ് ചെയ്യുന്ന മുമ്പിൽ നിൽക്കും. കുഞ്ഞിയുടെ അഭിനയം നല്ല രസമുണ്ട്. താങ്ക് യു. എന്റെ ഡ്രസ്സിനും കുഞ്ഞിയുടെ അഭിനയം നല്ല ഒറിജിനൽ ആയിട്ട്. താങ്ക് യു. ആർക്ക് നമ്മുടെ പാട്ട് വേണം തോന്നുന്നു. മെസ്സേജൊന്നും വരുന്നില്ല. ആരോ അടിക്കടി എന്നാലേ ഇത് ലൈവ് സാധനങ്ങൾ വരുള്ളൂ. മിന്നൽ വള മിന്നൽ മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകേ ഇപ്പോഴാണ് ഹരിമുരളീധരം അല്ല ഹരിമുരളീധരം എല്ലാം പറഞ്ഞു. പാട്ടിനെ അവമാനിക്കല്ല. സിമ്പിൾ ആയിട്ടുള്ള സോങ് കൊടുക്കല്ലേ അവർക്ക്. എല്ലാ പാട്ടും എടുക്കണം, എല്ലാ പാട്ടും പാടണം, എല്ലാ പാട്ടും കൊണ്ടാട്ടം സോങ് ഏതാ? എനിക്കറിയത്തില്ല. ഇനി അടുത്തതോ പാട്ട് ഡാൻസ് കളിക്കുന്ന ചേട്ടാ. എന്റെ കളർ കാണാനുണ്ടോ? അടുത്ത പാട്ട് കടമിഴിയിൽ കമലതളം കവിളിണയിൽ സിന്ദൂരം നടന്ന പുലരിമഴ പൂങ്കൊടിയിൽ കിനാരം അല്ലിട്ടു മാറന്റെ കുഞ്ഞി വെച്ചിട്ടൊരു പാട്ട്. ഏതാണ് കുഞ്ഞി വെച്ചിട്ടൊരു പാട്ട്? കുഞ്ഞിക്കുയിലെ അല്ല അതേ പാട്ട്. ഇനി അടുത്ത പാട്ടതാ വെണ്ണില ചന്ദന. അത് പാടാം. ആ പാട്ട് സീരിയസ് ആയിട്ട് വെണ്ണില വെണ്ണില ചന്ദന കിണ്ണം ഉന്നമടക്കായലിൽ വീണേ കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ. മുന്നരൻ കൊയ്ത്തു കഴിഞ്ഞ് ആറ്റക്കിളി പോകും നേരം മഞ്ഞണി തൂവൽ കൊണ്ടൊരു കൂടൊരുക്കാൻ വാ. കാളി മെയ്യുന്ന പുല്ലാനി കാറ്റിൽ കള്ളിമാങ്ങ തടിച്ചു നടക്കാം. കാഞ്ഞിപ്പാത സ്വരങ്ങൾ കിടുങ്ങാം. കുഞ്ഞി മഞ്ഞാടി കുന്നിലേറാം. അടുത്ത പാട്ട് അടുത്ത പാട്ട് അറിയത്തില്ല പാട്ട്. പിന്നെ അടുത്ത പാട്ട് ഇന്ന് ഷൂട്ടില്ലേ? ഷൂട്ടുണ്ട്. 100 എപ്പിസോഡ് ആവണ്ടേ? പിന്നെ പൂവേ 1000 എപ്പിസോഡ് ആവണ്ടേന്നാണ്. പൂവേ പല പോയി അത് വൃത്തിക്ക് പാടണം. ഓക്കെ അതിന്റെ ലിറിക്ക് എടുക്കും. 1 2 3 സ്റ്റാർട്ട്. പൂവേ പൂവേ പാലപ്പൂവേ മണമിത്തിരി കരളിൽ തായോ പലവട്ടം പാടിയതല്ലേ മധുരക്കനവായി മാറിപ്പോയി.
മഴവില്ലിൻ നിറമുണ്ടോ മഞ്ഞോളം കുളിരുണ്ടോ ഒരു വട്ടം കൂടി ചൊല്ലാമോ അടുത്ത പാട്ട് പാടണ്ടേ? ഇത് കളിയല്ലായിരുന്നല്ലേ? ഏതാ ഇതൊക്കെ പാട്ട്? അലി ഒരു നല്ല പാട്ട്. അലി നല്ലൊരു സിംഗർ കൂടിയാണ്. അപ്പൊ ഇത് ഞാൻ അലി നല്ല സൂപ്പർ ആയിട്ട് പാടും. ഇനി നമ്മൾ സീരിയസ് ആയിട്ട് നമ്മുടെ കുഞ്ഞിക്കുട്ടിയുടെ വീണക്കുട്ടിയുടെ ഒരു അടിപൊളി പാട്ട്. അലി ഒന്നുമില്ല, ഇഷ്ടമുള്ള പാട്ട് ഒരു പാട്ട് പാടും. ആദ്യം വളരെ മോശപ്പെട്ട ഓക്കെ. ഇനി നേരത്തെ പറഞ്ഞ പോലെ കുഞ്ഞ് അടിപൊളി ഒരു പാട്ട് പാടും. നമ്മുടെ ടീച്ചറമ്മേലെ ഒരു പാട്ട് പാടുവോ? രണ്ടുപേരെങ്കിൽ രണ്ടുപേരും. നമ്മുടെ ടീച്ചറമ്മേലെ പാട്ടെന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരുപാട് എന്താ പറയാ നല്ല റീച്ച് ആയിട്ടുള്ള ഒരു പാട്ടാണ്. അപ്പൊ ഒരുപാട് അർത്ഥവത്തായിട്ടുള്ള പാട്ടാണ് നമ്മുടെ ഇല്ലേ ടീച്ചറമ്മയുടെ ഒരു പാട്ട് 100ാമത്തെ എപ്പിസോഡിൽ പാടാന്ന് പറയുന്നത് ഭയങ്കര സന്തോഷം. അത് ഉറപ്പായിട്ടും കുഞ്ഞു പാടും. ഓക്കെ, നമുക്ക് എനിക്ക് ടീച്ചറമ്മയില് 3 പാട്ടുണ്ട്. നമുക്ക് 3 ഇഷ്ടമാണ്. നോക്കാം, ജസ്റ്റ് കുറച്ച് പാടാൻ എനിക്ക് അത്ര അറിയുള്ളൂ. ഓക്കെ. മഴ പെയ്തു മാനം തെളിഞ്ഞ നേരം ഇങ്ങോ മറഞ്ഞു പോയി പിന്നെ വേണ്ട ഇല്ല. ഓക്കെ ഓക്കെ, അത് ഭയങ്കര നമ്മള് പോലും ആ പാട്ട് കണ്ടിട്ട് ഇവിടെ എറിഞ്ഞു പോയൊരു പാട്ടാണ്. അതിനകത്ത് വേറെ ഏതെങ്കിലും പാട്ടുണ്ടോ? മറ്റേ പാട്ട് നമുക്ക് ഒരു മധുരം ഒരു മധുരം ഒരു മധുരം അല്ലല്ല നമ്മുടെ ടീച്ചറിന്റെ പാട്ട്. സോറി കുട്ടി വേറെ അതല്ല. ഒരു മധുലഹരിയായി പാടുന്നു നീ ഒരു അതെ ഞങ്ങൾ അത്രയെങ്കിലും പാടിയല്ലേ അല്ലെ? ഞങ്ങൾക്ക് അത്ര ഇഷ്ടമുള്ള യെസ്. ഒരു പാട്ട് പാടാം. അല്ല എന്നാലും ഒരു പാട്ട് പറഞ്ഞു. ഒരു പാട്ട് രാധയുടെ മറ്റൊരു അല്ല നമ്മൾ ടീച്ചർമേൽ കാണുന്ന മുഖത്തിന്റെ അപ്പുറത്ത് ഒരു ഒറിജിനൽ മുഖം, പാവമുഖം. കല്ലു ഹായ് ഹായ് ഹായ്. അശ്വതി ചേച്ചിയോ? അതാരാ? കല്ലുവിന്റെ ഡ്രസ് സൂപ്പർ. കല്ലുവിന്റെ ഡ്രസ് സൂപ്പർ. സോറി, ആ എക്സൈറ്റ്മെന്റ് കാരണം സ്വന്തം പേര് പോലും മറന്നുപോയി. അമ്മേ നമ്മൾ 100ാമത്തെ എപ്പിസോഡില് അമ്മ നല്ലതായിട്ട് അത്യാവശ്യം നന്നായിട്ട് പാടും. ഞങ്ങൾ ലൊക്കേഷൻ ഞങ്ങൾക്ക് നല്ല പാട്ടൊക്കെ പാടി തരാറുണ്ട്. അപ്പൊ അമ്മ ഒരു പാട്ട്, അമ്മ ഒരു നല്ല പാട്ട്. ടീച്ചർ ഒരുപാട് പേര് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് അമ്മയ്ക്ക് ഇഷ്ടമുള്ളത് അമ്മയ്ക്ക് ഇഷ്ടം. മരണത്തിന്റെ പാട്ട് വേണം. അമ്മയ്ക്ക് അതറിയോ? മഴ പെയ്ത് നമ്മുടെ ടീച്ചറമ്മേലെ ഇല്ല. അമ്മ അപ്പൊ ഇതൊരു പാട് അമ്മയ്ക്ക് അപ്പൊ ഇഷ്ടമുള്ള ഒരുപാട് പേര് ഇതേ അമ്മയുടെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഞങ്ങളുടെ ടീച്ചറമ്മ എവിടെ, ടീച്ചറമ്മയ്ക്ക് ഹായ് കൊടുക്കുന്നൊക്കെ. ടീച്ചറമ്മ ഹായ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അമ്മ ഞങ്ങളുടെയും കൂടെ ആഗ്രഹമാണ് അല്ലേ അല്ലെ പിള്ളേരെ? ഞങ്ങളുടെ എല്ലാവരുടെ ആഗ്രഹമാണ് ഞങ്ങൾക്ക് വേണ്ടി. मगर जी नहीं सकते तुम्हारे बिना, हमें तुमसे प्यार कितना ये हम नहीं जानते, मगर जी नहीं सकते तुम्हारे बिना.
സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചേച്ചി ഇങ്ങനെ നിങ്ങൾ ഇത്ര നേരം കേട്ടത് പാട്ടല്ലേ? അല്ല സത്യം പറഞ്ഞ ഇപ്പൊ തോന്നുന്നതല്ലായിരുന്നു ഞങ്ങളുടെ പാട്ടല്ല. അല്ല നമ്മളൊക്കെ ഇല്ല ബാലാമണിയില് നമ്മുടെ നന്ദന സിനിമയിലെ ബാലാമണി മാറിയിരുന്ന് പാടുന്ന പോലെ ചേച്ചി ഇടയ്ക്കൊക്കെ മാറിയിരുന്ന് പാടുമ്പോ നമ്മൾ ഒളിക്യാമറയോട് വെച്ച് ഷൂട്ട് ചെയ്ത് വെക്കും. സത്യമായിട്ടും അല്ലടാ അല്ലേ? അപ്പൊ ഇപ്പൊ ഞങ്ങളും കുറെ നാളിന് ശേഷമാണ് ചേച്ചിയുടെ ഒരു പാട്ട് കേട്ടത്. താങ്ക് യു വെരി മച്ച്. പാട്ട് മാത്രല്ല ഡാൻസ് അത് വേണ്ട. വേണമെങ്കിൽ നമുക്ക് വേണ്ടി 2 സ്റ്റെപ്പ് ചേച്ചി മറ്റേ 2 സ്റ്റെപ്പ് ഇല്ല. ഓക്കെ അപ്പൊ പേരെന്താ? കല്ലുവിന്റെ പേരെന്താ? കല്ലു ബിൻസ ഇൻസ്റ്റ ഐ ഡി വേണമെങ്കിൽ മോനെ വായിക്കട. കുടുംബശ്രീ. അയ്യോ അതിന്റെ ഇടയിലോ? ഹായ് ദേവിക എന്ന് പറയാമോ? ഹായ് ദേവിക. ഇതെന്തുവാ? നീറ്റോ എല്ലാവർക്കും സുഖാണോ? സുഖാണ്. ചേച്ചി ലൈവ് ആയിട്ടുള്ള സാധനങ്ങൾ എല്ലാരും ഹായ് പറയുന്നുണ്ട്. എനിക്കൊരു ഹായ് തരൂ. കുഞ്ഞിയുടെ പേരെന്താ? അലീന സാജൻ. ഹലോ അക്ക. ഹലോ വീണ. പുറത്തു വന്നു. ഹായ്. ഞങ്ങള് ഫ്രണ്ട്സ് ആട്ടോ. അതെ 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 അതാ ആൻമാറ്റി ഫാൻസ് അസോസിയേഷൻ. ഞങ്ങള് ഭയങ്കര ഫ്രണ്ട്സ് ആട്ടോ. അതെ ഞങ്ങൾ ഭയങ്കര ഞങ്ങൾ സീരിയലിൽ ഇങ്ങനെ ഭയങ്കര ഡയലോഗും ബഹളവും ഒക്കെ ആണെങ്കിൽ ഞങ്ങൾ ശരിക്കും ദേ ഇങ്ങനെയാണ്. അതെ ഇവിടെ ഭയങ്കര ബഹളമാണ്. ഇവിടെ ബഹളമാണ് പക്ഷെ അടിയല്ല. ദീപിയു ചേച്ചി ഇപ്പൊ ഒളിവിൽ നിന്ന് പുറത്തു വന്നു. സൗമ്യ ഐ ലവ് യു. സൗമ്യ സത്യം പറ. നിങ്ങൾ ഇതുവരെ കണ്ടതൊന്നും അല്ല ടീച്ചറമ്മ. വളരെ സീരിയസ് ആയിട്ട് പറയാം ടീച്ചറമ്മ ഈ കണ്ടതൊന്നും അല്ല. ഇനിയാണ് കളി ഇല്ലേ? ടീച്ചറമ്മ ഒന്ന് വന്നോട്ടെ. അപ്പൊ നിങ്ങള് അതിനു വേണ്ടി കാത്തിരിക്കുക. ഇനിയുള്ള 8 മണി നമുക്ക് അതിനുള്ള സമയമാണ് അല്ലേ? അപ്പൊ ആ സമയമാണ് നമ്മളുടെ ടീച്ചറമ്മ എന്താണെന്നുള്ളത് നമ്മൾ കാണിക്കാൻ പോകുന്നത്. യെസ്. അപ്പോ എല്ലാവർക്കും ബൈ ബൈ. ബൈ ബൈ. താങ്ക് യു. ഒരുപാട് പേര് ഹായ് പറഞ്ഞു. എല്ലാവർക്കും താങ്ക് യു. ഇവനെ പൊക്കും ആരുമില്ല. ഇവനെ കുട്ടൻ, കാവിക്കുട്ടി, കല്ലുകുട്ടി, കനിക്കുട്ടി, എല്ലാ കുട്ടിമാരും അമ്മയും നമ്മള് യോ ഞങ്ങളുടെ ഞങ്ങളുടെ മധുരം ബേക്കേഴ്സിന്റെ വണ്ടി. അപ്പോ യെസ് സോ ഹാപ്പി. ഞങ്ങൾ ഈ സീരിയൽ തുടങ്ങി ഇന്ന് വരെ വളരെ സന്തോഷമായിട്ട് അടിപൊളിയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഒരു ഭാഗ്യം എന്ന് പറയുന്നത്. ഞങ്ങൾ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിങ്ങൾ തന്നെയാണ്. സോ ഇനിയും ആ സപ്പോർട്ട് ഞങ്ങളോടൊപ്പം വേണം. നിങ്ങളെല്ലാവരുടെയും അനുഗ്രഹവും എല്ലാം ഞങ്ങളുടെ ഒപ്പം ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ഞങ്ങളുടെ 100 ഡേയ്സിന്റെ പോസ്റ്റർ അതാ ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ ഓക്കെ ഗായ്സ്, ബൈ ബൈ.